ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര 27-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കും. വൈകുന്നേരം 3 മണിക്ക് താളിപ്പടുപ്പ് മൈതാനത്ത് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മേൽപ്പറമ്പിലാണ് അന്നേ ദിവസം യാത്ര സമാപിക്കുന്നത്. രാവിലെ മധൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് കെ. സുരേന്ദ്രന്റെ കാസർഗോഡ് ജില്ലാ പര്യടനങ്ങൾക്ക് തുടക്കമാവുക. രാവിലെ 9 മണിക്ക് യാത്ര ക്യാപ്റ്റന്റെ വാർത്താ സമ്മേളനം നടക്കും. രാവിലെ 10:30-ന് കുമ്പളിയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. 12 മണിക്ക് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹസംഗമ പരിപാടിയിലും അദ്ദേഹം സംസാരിക്കും. 29-ന് കണ്ണൂരിലും 30-ന് വയനാട്ടിലും 31 വടകരയിലും പദയാത്ര കടന്നുപോകും. ഫെബ്രുവരി 3, 5, 7 തീയതികളിൽ ആറ്റിങ്ങൽ, പത്തനംതിട്ട, കൊല്ലം, മാവേലിക്കര മണ്ഡലങ്ങളിലാവും കേരള പദയാത്ര പര്യടനം നടത്തുക. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ 9, 10, 12 തീയതികളിൽ യാത്രയെത്തും. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 14-ന് ഇടുക്കിയിലും 15-ന് ചാലക്കുടിയിലും പദയാത്ര നടത്തും. 19, 20, 21 തീയതികളിൽ മലപ്പുറം, കോഴിക്കോട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ കെ. സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര പര്യടനം നടത്തും. പൊന്നാനിയിൽ 23-നും എറണാകുളത്ത് 24-നും തൃശൂരിൽ 26-നും നടക്കുന്ന കേരള പദയാത്ര 27-ന് പാലക്കാടാണ് സമാപിക്കുന്നത്. ഓരോ ദിവസവും വിവിധ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളും പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഓരോ മണ്ഡലത്തിലും ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും സംഘടിപ്പിക്കും. ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും 25,000-ഓളം പേർ നടക്കുന്ന യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും ഉണ്ടാകും. രാവിലെ വിവിധ മത സാമുദായിക നേതാക്കളുമായുള്ള സ്നേഹ സംഗമം, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളാകുന്നവരുടെ ഗുണഭോക്തൃ സംഗമങ്ങളും നടക്കും. അതോടൊപ്പം വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രശ്നങ്ങളും പ്രതീക്ഷകളും ചർച്ച ചെയ്യുന്ന വികസന സെമിനാറുകളും നടത്തും. പദയാത്രയുടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് യാത്രാ ക്യാപ്റ്റന്റെ വാർത്താ സമ്മേളനവും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പദയാത്രയിൽ ഓരോ മണ്ഡലത്തിൽ നിന്നും 1000 പേർ പുതുതായി ബി.ജെ.പിയിലും എൻ.ഡി.എയിലും ചേരും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളിൽ അംഗമാകാനുള്ള അവസരം കേരള പദയാത്രയിൽ ഒരുക്കും. ഇതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ നിശ്ചല ദൃശ്യങ്ങളും പദയാത്രയിൽ പ്രദർശിപ്പിക്കും. എൻ.ഡി.എയുടെ വികസന രേഖയും പദയാത്രയിൽ പ്രകാശിപ്പിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.